ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ ഫസ്റ്റത്തെ യൂണിറ്റ് ദ സീഡ് ഓഫ് ട്രൂത്ത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ദ സീഡ് ഓഫ് ട്രൂത്തിന്റെ ക്ലാസ്സുകൾ കണ്ടു കാണുമല്ലോ. നമ്മൾ 2 ക്ലാസ്സുകളായിട്ടാണ് ദ സീഡ് ഓഫ് ട്രൂത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സീഡ് ഓഫ് ട്രൂത്ത് എന്ന പാഠത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ക്ലാസ്സും അതേപോലെ ഫുൾ ആക്ടിവിറ്റീസിന്റെ പ്രൊജക്റ്റും മൈ വേർഡും എല്ലാം ഉൾപ്പെടുന്ന ഫുൾ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സുമാണ് അപ്ലോഡ് ചെയ്തത്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ക്ലാസ്സിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് ടെസ്റ്റ്, അത് കുറച്ച് വർക്ക്ഷീറ്റുകളായിട്ട് നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ ചോദ്യത്തിന്റെ ആൻസറും ചെയ്യാൻ ശ്രമിക്കുക. അഥവാ ഏതെങ്കിലും ക്വസ്റ്റിന്റെ ആൻസർ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ റീഡിംഗ് വീഡിയോ കാണുക, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിന്റെ ക്ലാസ് കാണുക. നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ആൻസർ ദ ഫോളോയിങ് ആണ്. ആൻസർ ദി ഫോളോയിങ് 4 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ കിങ് ഓഫ് ഗാന്ധാര? ഓക്കെ, ഹു വാസ് ദ കിങ് ഓഫ് ഗാന്ധാര? ഗാന്ധാരയിലെ രാജാവ് ആരാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ കിങ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ഹിസ് ടൈം? രാജാവ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ചിലവഴിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് കൈൻഡ് ഓഫ് എ കിങ് വാസ് ഹി? എങ്ങനെയുള്ള രാജാവായിരുന്നു അദ്ദേഹം? രാജാവ് എങ്ങനെയുള്ള ആളായിരുന്നു? വൈ വാസ് ദ കിങ് അൺഹാപ്പി? നാലാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ കിങ് അൺഹാപ്പി? എന്തുകൊണ്ടാണ് രാജാവിന് സന്തോഷമില്ലാതിരുന്നത്? ഓക്കെ, ഇതിനെല്ലാത്തിനും ഉത്തരം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മുടെ ഇതിന്റെ എല്ലാത്തിനും ഉത്തരങ്ങളും ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലെങ്കിൽ റീഡിംഗ് വീഡിയോ കാണുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി 2, സം വേർഡ്സ് ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. അതായത് കുറച്ച് വേർഡ്സ്, നമ്മുടെ ദ സീഡ് ഓഫ് ട്രൂത്തിലെ കുറച്ച് വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. എന്താ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് എല്ലാവർക്കും അറിയോ? എങ്ങനെ എഴുതുക? നമ്മൾ ABCD എന്നുള്ള ഓർഡറിലാണ് എഴുതുക. എയിൽ തുടങ്ങുന്ന, അതായത് ഇവിടെ തന്ന വേർഡ്സിൽ, ഈ തന്നിരിക്കുന്ന വേർഡ്സിൽ ഏതെങ്കിലും എയിൽ തുടങ്ങുന്ന വാക്കുണ്ടെങ്കിൽ ആദ്യം അത് എഴുതണം. അടുത്തത് ബിയിൽ തുടങ്ങുന്നത്, അതിനുശേഷം സിയിൽ തുടങ്ങുന്നത്, അഥവാ അങ്ങനെ സിയിൽ തുടങ്ങുന്നില്ലെങ്കിൽ അടുത്ത ലെറ്റർ നോക്കുക, ഡിയിൽ തുടങ്ങുന്നത്, പിന്നെ ഇയിൽ തുടങ്ങുന്നത്. അങ്ങനെ ABCD എന്നുള്ള ഓർഡറിലാണ് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതേണ്ടത്. ഇവിടെ ഏതൊക്കെയാണ് വാക്കുകൾ? കിങ്, ഗാർഡൻ, വെജിറ്റബിൾസ്, പ്ലാന്റ്സ്, ചിൽഡ്രൻ, ഫ്രൂട്ട്സ്, ഗ്രോപ്സ്, പീപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3, the child who grows the biggest, healthiest plant will become the prince or the princess. The king ordered his men to prepare a notice for his announcement. Help them draft it. ഇവിടെ നോക്കൂ, എന്താ പറയുന്നത്? നമ്മുടെ കഥയിൽ എങ്ങനെയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും രാജാവ് ഒരു വിത്ത് കൊടുത്തു അല്ലെ? എന്നിട്ട് എന്താ പറയുന്നത്? ഏത് കുട്ടിയാണോ ഏറ്റവും വലുതും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി വളർത്തിയെടുക്കുന്നത് ആ കുട്ടിയായിരിക്കും അടുത്ത രാജാവ്, രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി എന്നാണ് കിങ് പറയുന്നത് അല്ലെ? കിങ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. ഇവിടെ നമ്മൾ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ആക്ടിവിറ്റി 3. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ആക്ടിവിറ്റി 4. നമ്മൾ ആർക്കെങ്കിലും നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി വീഡിയോ കാണുക. ആക്ടിവിറ്റി 4, rewrite the sentences by using the matching words given in the brackets. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ കുറച്ച് 4 സെന്റൻസ് തന്നിട്ടുണ്ട്. 4 സെന്റൻസിലും ചില വേർഡ്സിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന് പകരം ഉള്ള വേർഡ്സ് ആണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. The king decided to find his next inheritor. അപ്പൊ നെക്സ്റ്റ് ഇൻഹെറിറ്റർ എന്ന വേർഡിന് പകരം ഈ 2 വേർഡ്സും കൂടി ചേർന്ന് ഒരു വേർഡ് ഇവിടെ ഉണ്ട്. ആ വേർഡ് ഏതാണോ അത് കണ്ടെത്തിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കിങ് വിദ്യാധര വാസ് ലൈക്ക്ഡ് ഗാർഡനിങ്. അപ്പൊ ലൈക്ക്ഡ് എന്നതിന് പകരമുള്ള വേർഡ് ഇവിടെ ഏതാണ്? ഓക്കെ, ദ കിങ് കമാൻഡഡ് ഹിസ് മിനിസ്റ്റർ ടു ഗീവ് ആൻ അനൗൺസ്മെന്റ്. He said, I will give a share of seeds to every child in the country. കണ്ടോ? അപ്പൊ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന് പകരം എന്ത് ചെയ്യുക? വേറൊരു വേർഡ്, നമ്മൾ കറക്റ്റ് ആയിട്ട് അതേ മീനിങ് വരുന്ന വേറെ വേർഡാണ് ഇവിടെ ബ്രാക്കറ്റിലുള്ളത്, കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത്. അത് അങ്ങനെ കണ്ടെത്തി ആ സെന്റൻസ് റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ആക്ടിവിറ്റി 5, റീഓർഡർ ദീസ് വേർഡ്സ് ആൻഡ് മേക്ക് മീനിങ്ഫുൾ സെന്റൻസസ്. അതായത് നമ്മൾ ഒരു സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സെന്റൻസ് ഓർഡർ തെറ്റിയിട്ട്, അതിലുള്ള വേർഡ്സ് ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ശരിയായ ഓർഡറിൽ എഴുതിയിട്ട് ഒരു സെന്റൻസ് ആക്കിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1ഉം 2ഉം അങ്ങനെ ശരിയാക്കി ആ സെന്റൻസ്, ആ വേർഡ്സിനെ കറക്റ്റ് ആക്കി എഴുതി അതിന്റെ മീനിങ് ആയ സെന്റൻസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. 5th ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കാണ്. അടുത്തത് 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ആക്ടിവിറ്റി, മേക്ക് എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഹോബി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹോബി ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ?
നിങ്ങളുടെ ഹോബിയെ കുറിച്ചിട്ട്. അപ്പൊ നമ്മുടെ രാജാവിന്റെ നമ്മുടെ കഥയിലെ രാജാവ് എങ്ങനെയായിരുന്നു? ഗാർഡനിങ് ആണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഹോബി അല്ലേ? അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഹോബി എന്താണ്? ആ ഹോബിയെ കുറിച്ചിട്ട് സ്മോൾ ഡിസ്ക്രിപ്ഷൻ എഴുതുകയാണ് ചെയ്യേണ്ടത്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആക്ടിവിറ്റി 7 പിക്ചർ ഡിസ്ക്രിപ്ഷൻ. മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പിക്ചർ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാനാണ് പറയുക. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റോറിയിലുള്ള ഒരു പിക്ചർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീഡ് ഓഫ് ട്രൂത്തിലെ ഒരു പിക്ചർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിന് ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് 4 മാർക്ക് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? സെന്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത്, വേർഡ്സ് അല്ല, സെന്റൻസ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി 8 കോൺവെർസേഷൻ. പിങ്കാലാസ് ഫാദർ വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് സൺ. ഹി വാസ് വെറീഡ്. There came a messenger from the palace. They talked each other. അതായത് നമ്മുടെ പിങ്കാലയുടെ അച്ഛൻ പിങ്കാല പോട്ടും കൊണ്ട് പോകുന്നുണ്ട്, രാജാവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ പിങ്കാലയുടെ ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്? പിങ്കാലയെ വെയിറ്റ് ചെയ്യാണ് അല്ലെ, പിങ്കാലയെ വെയിറ്റ് ചെയ്യാണ്. അവൻ തിരിച്ചു വരുന്നില്ല. ഹി വാസ് വെറിഡ്. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം ടെൻഷനായി, പിങ്കാലയുടെ അച്ഛന് വളരെയധികം ടെൻഷനായി. ആൻഡ് ദർ കെയിം എ മെസ്സഞ്ചർ ഫ്രം ദ പാലസ്. അപ്പോഴാണ് നമ്മുടെ കൊട്ടാരത്തിന് ഒരു മെസ്സഞ്ചർ വരുന്നത്. ദേ ടോക്ക്ഡ് ഈച്ച് അതർ. അങ്ങനെ അവർ രണ്ടാളും കൂടെ സംസാരിച്ചു. അതായത് മെസ്സഞ്ചറും പിങ്കാലയുടെ അച്ഛനും കൂടെ സംസാരിക്കുകയാണ്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ മെസ്സഞ്ചർ ആൻഡ് പിങ്കാലസ് ഫാദർ. അങ്ങനെ മെസ്സഞ്ചറും പിങ്കാലയുടെ ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സംഭാഷണം അല്ലെ. രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് അല്ലേ. ആർക്കെങ്കിലും കോൺവെർസേഷൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി വീഡിയോ കാണുക. അപ്പൊ മെസ്സഞ്ചറും പിങ്കാലയുടെ ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. അതും നമ്മൾ ഫുൾ ആയിട്ട് എഴുതേണ്ട, വിട്ടുപോയ സെന്റൻസുകളാണ് ഇവിടെ എഴുതേണ്ടത്. മെസ്സഞ്ചർ എന്താ വന്ന് പറയുന്നത്? യു ആർ വാണ്ടഡ് ഇൻ ദ പാലസ്. അപ്പൊ പിങ്കാലയുടെ ഫാദർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പിന്നെ മെസ്സഞ്ചർ എന്ത് പറഞ്ഞു? പിങ്കാലയുടെ ഫാദറോട് ചോദിക്കുന്നത്, ഡിഡ് മൈ സൺ ഡു എനി മിസ്റ്റീവ്? എന്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് അല്ലെ. പിങ്കാലയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ മെസ്സഞ്ചർ അതിന് ആൻസർ കൊടുക്കുന്നുണ്ട്. പിങ്കാലയുടെ ഫാദർ പിന്നെയും സംസാരിക്കുന്നുണ്ട്. മെസ്സഞ്ചർ പറയാണ്, ഇറ്റ് ഈസ് ട്രൂ, യു ആർ ബ്ലെസ്ഡ് ബൈ ഗോഡ്. സത്യം തന്നെയാണ്, നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ മെസ്സഞ്ചർ പറയുന്നുണ്ട്. അപ്പൊ മെസ്സഞ്ചറും പിങ്കാലയുടെ ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണമാണ് എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 8. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ കോൺവെർസേഷൻ എഴുതുന്നതൊക്കെ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായോ? എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുക? തെറ്റുകൂടാതെ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ റീഡിംഗ് വീഡിയോ അല്ലെങ്കിൽ ആക്ടിവിറ്റീന്റെ ക്ലാസ്സോ കാണുക. നമ്മൾ കംപ്ലീറ്റ് റീഡിംഗ് വീഡിയോ നമ്മൾ മലയാളം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, മീനിങ് പറഞ്ഞിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്